أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം. ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും റബ്ബിന്റെ അനുഗ്രഹം വേണ്ട എന്ന് വെച്ച് ജീവിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. അതിലേതെങ്കിലും ഒരു അനുഗ്രഹം പടച്ചതമ്പുരാൻ തടഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ സുഖവും സൗകര്യങ്ങളും അതോടെ നിലച്ചു പോകുന്നവരാണ് നമ്മൾ. ഇത് മനസ്സിലാക്കുന്നവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ റബ്ബിനോട് ആ അനുഗ്രഹങ്ങൾക്ക് ജീവിതം കൊണ്ട് ശുക്ർ കാണിക്കുന്നവർ കൂടിയാണ് അവർ. അങ്ങനെ ശുക്ർ കാണിക്കാനും മുത്തഖിയായ ജീവിതം നയിക്കാനും എന്നോടെന്ന വണ്ണം നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ വിശ്വാസികൾക്ക് മാതൃകാ പുരുഷന്മാരായ മാതൃകകളായ പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസിനികൾക്ക് മാതൃകയായ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മാതൃകയായ ഖിയാമത്ത് നാൾ വരെ മാതൃകയാക്കേണ്ട ആളുകളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരിൽ പ്രവാചകന്മാരുണ്ട്, പുണ്യപുരുഷന്മാരുണ്ട്, അള്ളാഹുവിന്റെ ഇബാദ് ആയ റഹ്മാന്റെ ഇബാദ് ആയ ആളുകളുണ്ട്. ഒരു ഭാഗത്ത് ഇത് ഖുർആൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് മറ്റൊരു വിഭാഗത്തെ കൂടി പലപ്പോഴും ഖുർആൻ പരിചയപ്പെടുത്തി. വിശ്വാസിനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഒരിക്കലും ആവാൻ പാടില്ലാത്ത അക്രമികളുടെയും അഹങ്കാരികളുടെയും അവിശ്വാസികളുടെയും ഒക്കെ വലിയ ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. വിശ്വാസികളുടെ കർമ്മ മാതൃകകൾ അനുകരണീയമാക്കണം അല്ലെങ്കിൽ അനുകരിക്കണമെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ പഠിച്ചു പകർത്താനല്ല, പഠിച്ചു മാറി നിൽക്കാനാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ സംഗതികൾ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവരെ പരിചയപ്പെടുത്തിയത്. ഫിർഔനിനെയും അതുപോലെയുള്ള ഒരുപാട് ആളുകളെ ഖുർആൻ പരിചയപ്പെടുന്നത് അതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സൂറത്തുൽ ഖസസിൽ ഖാറൂൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ ഏതാനും ആയത്തുകൾ തന്നെ എടുത്തിട്ട് ഖാറൂൻ എന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ അള്ളാഹുവിന്റെ നാശത്തിന് കോപത്തിന് വിധേയമായ ഒരു വ്യക്തിയെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഖാറൂൻ എന്നത് ഒരു വ്യക്തി എന്നതിനപ്പുറം ഖാറൂനിസം എന്ന ഒരു തിയറിയാണ്. എന്തുകൊണ്ടാണ് ഖാറൂൻ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ചോദിച്ചാൽ, ഖാറൂൻ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു ഇസം, ആ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ആ ഒരു ജീവിത കാഴ്ചപ്പാട്, വീക്ഷണം വിശ്വാസികൾക്ക് യാതൊരു നിലക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ഒരു മനുഷ്യനായിരുന്നു ഖാറൂൻ. തുടക്കത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയായിരുന്നു ഖാറൂൻ എന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. വളരെ അടുത്ത അനുയായിയായിരുന്നു, ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ സാമ്പത്തികമായി അങ്ങേയറ്റം പ്രയാസത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ ആയ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് പോയി കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെടുകയും
അങ്ങനെ കച്ചവടം ചെയ്ത കച്ചവടത്തിലും വലിയ പുരോഗതി ഇല്ലാതെ വന്ന് തിരിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തന്നെ സമീപിച്ചു എന്ന് അദ്ദേഹം എന്നാണ് പറയുന്നത്. പക്ഷെ വീണ്ടും മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടായി തീരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തും. അങ്ങനെയാണ് അദ്ദേഹത്തിന് കച്ചവടം വല്ലാത്ത പുരോഗതി പ്രാപിക്കുകയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്തം വിട്ട പുരോഗതിയിൽ അദ്ദേഹത്തിന്റെ കച്ചവടമായി തീരുകയും ചെയ്തു. ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ ഖസസിലെ 76-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു പറഞ്ഞു തുടങ്ങുകയാണ്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം, സ്വന്തം ജനതക്കെതിരെ തന്നെ അങ്ങേയറ്റം അക്രമം കാണിച്ചു, അദ്ദേഹം ധിക്കാരം കാണിച്ചു. വആതൈനാഹു മിനൽ കനൂസ്, ധാരാളം ഖജനാവുകൾ അല്ലെങ്കിൽ ദ്രവ്യങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകി, സമ്പത്ത് നൽകി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയാണ്, മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ. അദ്ദേഹത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കണമെങ്കിൽ തന്നെ കുറെ മല്ലന്മാര് വേണമായിരുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, ഈ പെട്ടിയും അതിന്റെ താക്കോലും കൂട്ടങ്ങളൊക്കെയാണ് സമ്പത്തിന്റെ ആർഭാടങ്ങളുടെ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ലക്ഷണമായിട്ട് ആളുകൾ അതാ കൊണ്ടുനടക്കുക. അങ്ങനെ കുറെ മല്ലന്മാര് വേണമായിരുന്നു. അങ്ങനെ നിഗളിച്ച് അഹങ്കരിച്ച് ഭൂമിയിൽ ഗർഭ നടച്ച് നടന്നുകൊണ്ടിരുന്ന ഖാറൂനിനോട് ആ ജനത പറഞ്ഞു, ഇദ്ഖാല ലഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്രഹ്, ഖാറൂനെ നീ നെഗളിക്കണ്ട, അഹങ്കരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, എന്തുകൊണ്ടെന്നാൽ അള്ളാഹു ഒരിക്കലും അങ്ങനെ നെഗളിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് അവര് പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു ഇഹലോകത്ത് നൽകിയ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തൊക്കെ നല്ലതാ. പക്ഷെ അതുകൊണ്ട് വബ്തഗി, അത് എന്ത് ചെയ്യണം നീ? വബ്തഗി ഫീമാ ആതാകല്ലാഹു, അല്ലാഹു നൽകിയത് കൊണ്ട് നീ അന്വേഷിക്കണം ദാറൽ ആഖിറ, പാരത്രിക ലോകത്തിന് വേണ്ടി നീ പണിയെടുക്കണം. ഈ ഇഹലോകത്ത് കിട്ടിയതിനെ പരലോകത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ നീ വിനിയോഗിക്കണം. ദുനിയാവിൽ നിന്റെ ഓഹരി നീ മറക്കണ്ട, നീ ജീവിക്കാതിരിക്കൊന്നും വേണ്ട, നീ പട്ടിണി കിടക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ നിനക്ക് അല്ലാഹു ഒരുപാട് നൽകിയിട്ടുണ്ട്. ആ നൽകിയിട്ടും പരലോകം കിട്ടാതെ പോകുന്ന നിർഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ നീ പെടരുത്. നിനക്ക് അല്ലാഹു നൽകിയ നന്മ പോലെ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മ ചെയ്യണം. വലാ തബ്തഗിൽ ഫസാദ ഫിൽ അർദ്, അതിന് പകരം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഫസാദ് ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. ഇതിന്റെ പ്രഥമ വാക്യം പറയുന്ന സംഗതി അതാണ്. ഇപ്പൊ ഖാറൂൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു പരിചയപ്പെടുത്തിയത് ഒരുപക്ഷെ നമ്മുടേതുപോലെയുള്ള ഒരു വ്യക്തി സൊസൈറ്റിയിൽ വളരെ പ്രസക്തിയുള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഖാറൂൻ. കേരളീയ മുസ്ലിം സമൂഹം ഖാറൂനെ പഠിക്കണം. വിശ്വാസികൾ ഖാറൂനെ പഠിക്കണം. എവിടുന്നാ ഖാറൂൻ തുടങ്ങിയതെന്ന് പഠിക്കണം, എവിടെ എത്തിയതെന്ന് പഠിക്കണം. ഒരുപാട് ഗുണപാഠങ്ങൾ ഇടക്കിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാറുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കൂല എന്ന് തീരുമാനിച്ച ഒരു കൗമാണ്. 970-കൾക്ക് മുമ്പ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 970-കൾക്ക് മുമ്പ് ഒരു ചരിത്രമുണ്ടായിരുന്നു നമുക്ക്. ഒരുപക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാവുന്ന പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ഇല്ലായ്മയുടെയും ഒപ്പിക്കാൻ പറ്റാത്ത, തൂക്കം ഒപ്പിക്കാൻ പറ്റാത്ത, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത കൊടിയ ദാരിദ്ര്യത്തിന്റെ ഓലപ്പരയുടെ കഞ്ഞി കുടിക്കാനില്ലാത്ത ഒരു കാലം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം, കേരളീയ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നു. അവിടുന്ന് ഗൾഫ് എന്ന് പറയുന്ന ഒരു തുരുത്ത് അള്ളാഹു കാണിച്ചു തരികയും അങ്ങോട്ടുള്ള കുടിയേറ്റം ആരംഭിക്കുകയും ചെയ്തതിനു ശേഷമുണ്ടായ പരിവർത്തനം 2026-ൽ എത്തി നിൽക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഒരുപക്ഷെ നരവംശ ശാസ്ത്രജ്ഞന്മാര് വേറെ പഠിക്കേണ്ട വിഷയമാണ്. അത്ഭുതകരമായ വളർച്ച ഉണ്ടായി. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയും വികാസവും എന്ന് പറയുന്നത് അവരുടെ മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടിയത്, അവരുടെ വീടുകളൊക്കെ വലിയ കൊട്ടാരങ്ങളായി മാറിയത്, അവരുടെ ഭക്ഷണ രീതികളൊക്കെ മാറിയത്, അവരുടെ ജീവിതശൈലികളൊക്കെ മാറിയത് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരോ ഭരണാധികാരികളോ ഉണ്ടാക്കി തന്നതിനേക്കാൾ അപ്പുറം അരമുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് 48, 50, 55 ഡിഗ്രി സെൽഷ്യസിൽ ഉരുകി ഒരുപക്ഷെ ഗൾഫ് പ്രവാസികൾ ഉണ്ടാക്കി തന്നതിന്റെ അടയാളങ്ങളാണ്.
അത് നേരത്തെ ഞാൻ കാറൂനെ കുറിച്ച് പറഞ്ഞതുപോലെ കൊടിയ ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൈപ്പിടിച്ചുയർത്തിയ ഒരു വിഭാഗമാണ്. ആ ഒരു വിഭാഗം ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അനുഗ്രഹത്തിന്റേതായ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ആ അനുഗ്രഹത്തിന്റെ അവസ്ഥയിൽ ഞാനതാണ് പറഞ്ഞത്, കാറൂനിസം എന്ന് പറയുന്ന ഒരു സംഗതി ഏറിയോ കുറഞ്ഞോ ഒക്കെ നമ്മളിൽ വ്യക്തിപരമായും സമൂഹത്തിലും ഒക്കെ പടർന്ന് ഗ്രസിച്ചു പോകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹ് അത് ഖുർആനിൽ പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞുപോയ ഒരു ചരിത്രമാണ്. കാറൂനെ പരാമർശിക്കേണ്ടതില്ല. പക്ഷെ കാറൂനിസം എന്ന് പറയുന്നത്, കാറൂൻ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി, കാറൂനെ പ്രതിനിധാനം ചെയ്യുന്ന ആ വൃത്തികെട്ട ഇസം, അത് സമൂഹത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കും. അതിന്റെ അടയാളമാണ് ഞാൻ പറഞ്ഞത്. കൊടിയ ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു സമൂഹം സാമ്പത്തികമായി ഉന്നമനം നേടിയപ്പോൾ നേരത്തെ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ഫസാദ ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. കാറൂന് കുഴപ്പം, അവിടെ യുദ്ധമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാറൂൻ അവിടെ വലിയ കലാപങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ കാറൂൻ കുഴപ്പമുണ്ടാക്കി എന്ന് ഖുർആൻ പറയുന്നത് സമൂഹത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയിൽ ധൂർത്തിന്റെയും ദുർവ്യയത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ആർഭാടത്തിന്റെയും ഒരു ലോകം തീർത്തു കാറൂൻ. അതാണ് അള്ളാഹു അദ്ദേഹത്തിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ പ്രശ്നം. സമ്പത്ത് അള്ളാഹു നൽകി എന്നത് ഒരു പ്രശ്നമല്ല. സമ്പത്തിന് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താമായിരുന്നു. അതാ ജനത പറയുന്നുണ്ട്, സമ്പത്ത് കിട്ടിക്കോട്ടെ, നല്ലതാ. പക്ഷേ സമ്പത്ത് കിട്ടിയ മനുഷ്യൻ പരലോകത്ത് പരാജയപ്പെടുക എന്നത് വലിയ നഷ്ടമുള്ള സംഗതിയാണ്. സാമ്പത്തികമായി സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അതാണല്ലോ സഹാബത്തിലെ പാവപ്പെട്ട ആളുകള് റസൂലിനോട് ഒരിക്കൽ ചോദിച്ചു, റസൂലെ, ഞങ്ങളെ കൂട്ടത്തിൽ ധനികന്മാരായ ആളുകളൊക്കെ അവരെ സമ്പത്ത് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് സ്വർഗം നേടുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതാ, വിശ്വാസിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ളതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ ഖത്താബിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാന്റെയും ഒക്കെ സമ്പത്ത് ഏത് മാർഗത്തിലാ പോയത്? അവരൊക്കെ ധനികർ തന്നെയാണ്. പക്ഷേ അവരൊക്കെ പരിചയപ്പെടുത്തപ്പെട്ടത് അവരത് വെച്ച് അള്ളാഹുവിന്റെ ആഖിറത്തിനെ വിലക്ക് വാങ്ങി. അതുകൊണ്ട് ബിഹ്റ റൂമ, അതുപോലെ തന്നെ തോട്ടങ്ങള്, മുന്തിരിത്തോട്ടങ്ങളൊക്കെ സംഭാവന ചെയ്യുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുകയായിരുന്നു, അള്ളാഹുവിന് വേണ്ടി ഏറ്റവും നല്ല കടം നൽകുന്നവരാരാണ്? അള്ളാഹുവിന് വേണ്ടി എല്ലാം നൽകിയവരെ നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിന് വേണ്ടി ഉത്തമമായതിനെ ചെലവഴിക്കുന്നവരെ നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് വിശ്വാസിയുടെ സമ്പത്തിന്റെ അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത്. നമുക്കും ആ സമ്പത്ത് അത് നൽകിയിട്ടുണ്ട്. എല്ലാ ജീവിത സൗകര്യങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്ന് ചോർന്നലിക്കുന്ന വീടുകൾ എവിടെയില്ല. പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയില്ല. റമദാനിന് മാത്രമാണ് നമ്മൾ പട്ടിണി കിടക്കുന്നത്. ഇപ്പോ അത് നിർബന്ധമായി കിടക്കേണ്ടതുകൊണ്ടാണ്. അവിടെ കൊണ്ട് നമ്മൾ നിർത്തുന്നില്ല എന്നതാണ് പ്രശ്നം. അവിടെ നിന്ന് അങ്ങോട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, നിങ്ങൾ പെരടിയിൽ കൈ കെട്ടിയിട്ട് പിശുക്കന്മാരായിട്ട് ജീവിക്കരുത്. അങ്ങോട്ട് അടിച്ചു വിട്ടിട്ട് എന്റെ കയ്യിൽ കാശുണ്ട്, ഞാനെന്താ ചെലവഴിച്ചാൽ? അത് കല്യാണമാണെങ്കിലും അതിനപ്പുറത്തേക്ക് പോയി കാശ് ചെലവഴിക്കാൻ എന്തൊക്കെ മാർഗമുണ്ടോ പലപ്പോഴും സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ, നാണം കെടുത്തുന്ന രീതിയിൽ, മുസ്ലിം സമുദായത്തെ നാണം കെടുത്തുന്ന രീതിയിൽ കാട്ടിക്കൂട്ടലുകളുടെ വലിയ വേലിയേറ്റമാണ് മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടില് കെട്ടല്, മിഠായി കൊടുക്കല്, അല്ലെങ്കിൽ കല്യാണം ആഴ്ചകളോളം നീണ്ടുനിന്ന് സമൂഹത്തിന്റെ എല്ലാ പൊങ്ങച്ചും, സമൂഹത്തിൽ എല്ലാ പൊങ്ങച്ചും കാണിക്കുന്ന രീതിയിലുള്ള ആർഭാടങ്ങള്, അള്ളാഹുവിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംഗതികള്. വല്ലദീന ഇദാ അൻഫഖു, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത്, അവർ ചെലവഴിച്ചാൽ ലം യുസ്രിഫു വലം യഖ്തുറു, അവർ അമിതമായിട്ട് ചെലവഴിക്കൂല, പിശുക്കും കാണിക്കൂല. വകാന ബൈനദാലിക ഖവാമ, അതിനിടയിലുള്ള ഒരു മധ്യമമായ മാർഗം അവർ സ്വീകരിക്കും. ഈ മധ്യമമായ മാർഗം സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളിൽ പല ആളുകളും രണ്ടുള്ളവരാണ്, പിശുക്കന്മാരുമാണ് ധൂർത്തന്മാരുമാണ്. എവിടെയാ പിശുക്ക്? പിശുക്ക് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരിൽ ആ വിഷയം വരുമ്പോൾ നമ്മളിൽ പലരും പിശുക്കന്മാരാണ്. എന്നാ അവനവന്റെ കാര്യത്തിന് ചെലവഴിക്കുന്നതിലോ നല്ല ധൂർത്തന്മാരുമാണ്. അവിടെ ഒരു ഇതുമില്ല. ഞാനൊരു കല്യാണം നടത്തുകയാണെങ്കിൽ, ഞാനൊരു പരിപാടി നടത്തുകയാണെങ്കിൽ, ഞാനൊരു വീട് വെക്കുകയാണെങ്കിൽ, ഞാനൊരു എന്തെങ്കിലും സംഗതിക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ എനിക്ക് വേണം. അതിലൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. എന്നാൽ അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അള്ളാഹുവിന്റെ മാർഗം, ഫീ സബീലില്ലാ, ഏറ്റവും കുടുംബത്തിൽ ഏറ്റവും അനിവാര്യമായി ചെയ്യേണ്ട ആളുകൾ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലുള്ള, ഒരുപക്ഷെ പിതാവ് മരണപ്പെട്ടു പോയ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്വന്തം കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നുണ്ടാവും. നമ്മളിൽ പലരും കാറൂനിയൻ മനസ്സ് സൂക്ഷിക്കുന്നത് അവിടെയാണ്. കാറൂനിനെ കുറിച്ച് ഇനി അവന്റെ തന്നെ ഒരു വാചകം പറയാനും. അപ്പൊ ആ ഒരു മനസ്സ് സൂക്ഷിക്കുകയും
അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ജീവിക്കേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്, പടച്ചോന്റെ തൗഫീഖാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അവരങ്ങനെ ജീവിക്കുക എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നതാണ്. എന്തിനാണ് ഞങ്ങൾ അവരെ സഹായിക്കുന്നത്? അവരെ സഹായിക്കാൻ അള്ളാഹ്ക്ക് പറ്റുമായിരുന്നല്ലോ. അവരെ സഹായിക്കണ്ടെന്ന് അള്ളാഹ് തീരുമാനിച്ചല്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ അവരെ സഹായിക്കുന്നതെന്നാണ് ഖുർആനിൽ ചോദിക്കുന്നത്. മക്കാ മുശ്രിക്കുകളുടെ ചോദ്യം അതായിരുന്നു. അതേ ചോദ്യം ചോദിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ വെക്കുന്നവരാണ് നമ്മളിൽ പലരും. അവരങ്ങനെ സഹായിക്കണമെങ്കിൽ അള്ളാഹിനെ സഹായിക്കുമായിരുന്നു. ഇവിടെ ഇതെന്റെ സമ്പത്താണ്, അതുകൊണ്ട് എനിക്കുള്ളതാണ്. ഖാറൂൻ പറയാണ് തൊട്ടടുത്ത ആയത്തിൽ കാല ഇന്നമാ ഊതീതു അലാ ഇൽമിൻ ഇൻദി, ഇത് എന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയതാണ്. ഖാറൂന്റെ മറുപടി അതാണ്. ഏത് വിവരം? എന്ത് വിവരം ഖാറൂനുണ്ടായിരുന്നു? ഒരു വിവരമില്ലാതല്ലേ ഗൾഫിലേക്ക് പോയത്? ഒരു വിവരമില്ല, ഒരു അടിസ്ഥാന ഗുണവുമില്ലായിരുന്നു. അറബികൾ നന്നായത് കൊണ്ട് രക്ഷപ്പെട്ടതാ. ഇപ്പോഴാണ് കുറച്ചെങ്കിലൊക്കെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നോക്കാൻ നോക്കിയത്. അന്നൊന്നും അതും നോക്കിയിട്ടൊന്നല്ല. മനുഷ്യന്മാരാണല്ലോ, പ്രത്യേകിച്ചും വിശ്വാസികളാണല്ലോ. അവർ ജീവിച്ചു പോകട്ടെ, ഞങ്ങൾക്കൊക്കെ കിട്ടിയതിന്റെ ബർക്കത്ത് അവർക്കും കിട്ടട്ടെ എന്ന് തീരുമാനിച്ചവർ ജനതയുടെ കാരുണ്യവും ഔദാര്യവും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നൊക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ പറയാണ് ഇതൊക്കെ എന്റെ കഴിവാണ്, ഞാൻ ആ കട അങ്ങനെ വെച്ചു, ഈ കട അങ്ങോട്ട് തുറന്നു, മറ്റത് അങ്ങോട്ട് പൂട്ടി. ഒരു 40 വട്ടം ആവർത്തിച്ച് പറയും എന്റെ ബുദ്ധി, എന്റെ കഴിവ്, ഞാനീയത്ത്. ഇത് കാറൂനിസത്തിന്റെ ഭാഗമാണ്. ഞാൻ നകളിക്കാണ്, ഇത് എന്റെ അഹങ്കാരാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ പഠിപ്പ് കൊണ്ട്, എന്റെ യുക്തി കൊണ്ട്, എന്റെ അവലം യാലം, അവൻ അറിയില്ലേ അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്രിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിന്നു ഖുവ്വതൻ വ അക്സറു ജമാ. അള്ളാഹിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്, നെഞ്ചിൽ കൊള്ളുന്ന ചോദ്യം അള്ളാഹ് ചോദിക്കുന്നു. അവലം യാലം, അവർക്കറിയില്ലേ അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്രിഹി മിനൽ ഖുറൂൻ, ഇതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നൂറ്റാണ്ടുകളിലുള്ള ജനതതികളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. മൻ ഹുവ അശദ്ദു മിന്നു ഖുവ്വതൻ വ അക്സറു ജമാ, ഇവനെക്കാളും ശക്തനും ഇവനെക്കാളും സമ്പന്നനും ഒക്കെ ആയിരുന്ന കുറെ ആൾക്കാരെ അള്ളാഹ് പുഷ്പം പോലെ കൈകാര്യം ചെയ്തിട്ടില്ലേ? അത് ഈ ജാഹിലിന് അറിയില്ലേ എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. നമ്മളോടും ആ ചോദ്യം പ്രസക്താണ്. ഇതൊന്നും നിലനിർത്തുകൊള്ളുന്നില്ല, ഇതൊന്നും സ്ഥായിയായി നിലനിൽക്കണമെന്നില്ല. ചില അടയാളങ്ങള്, അത് ഫലസ്തീൻ യുദ്ധമായിട്ടും ഇറാൻ യുദ്ധമായിട്ടും ഹോർമൂസ് കടലിലേക്കായിട്ടും മറ്റുള്ള സംഗതികളൊക്കെ ആയിട്ട് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്, കാണിച്ചു തരുന്നത്, തിരുത്താൻ ഒരു അവസരം ഉണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ എത്ര അടി കിട്ടിയാലും പിന്നെയും പത്തി അവിടെ തന്നെ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, ഖാറൂനിനെ പഠിക്കണം, ഖാറൂനിസത്തെ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ നാളെ ചോദ്യം ചെയ്യപ്പെടും. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് റബ്ബ് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരു അടിമയും ഒരടി മുന്നോട്ടാണ്ട് വെക്കൂല. ഹത്താ യുസ്അൽ അൻ അർബഇ മിൻ, 4 കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയാതെ, അൻ ഉംരിഹി ഫീമാ അഫ്നാ, അവന്റെ ആയുസ് അതേത് മാർഗത്തിലാ ചെലവഴിച്ചത്, വൻ ഇൽമിഹി ഫീമാ ഫഅല, അവന് കിട്ടിയ വിജ്ഞാനം ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു, അൻ മാലിഹി, അവന്റെ സമ്പത്ത്. മറ്റതിനൊക്കെ ഒരു ചോദ്യമുള്ളൂ, ഇതിന് 2 ചോദ്യമുണ്ട്. മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖു, എവിടുന്നാ കിട്ടിയത്, ഏത് മാർഗത്തിലാ ചെലവഴിച്ചത്. കിട്ടിയതും ശുദ്ധമാകണം. ആരാണ്ടത് പിടിച്ചിറക്കിയത് ഒരു കാര്യമില്ല, വെട്ടിപ്പിടിച്ചിട്ടൊരു കാര്യമില്ല, തട്ടിപ്പിടിച്ചിട്ടൊരു കാര്യമില്ല. അത് എവിടുന്നാ കിട്ടിയത് എന്നുള്ളൊരു സോഴ്സ് കാണിക്കണം. ഇൻകം ടാക്സുകാരെ മാത്രം കാണിച്ചാൽ പോരാ, അതിനേക്കാളും വലിയ ടാക്സ് വേറുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ. മിൻ ഐന ഇക്തസബഹു, ഇത് എവിടെന്നാണ് സമ്പാദിച്ചത് പോരാ, ഇത് എന്റേതല്ലേ, എന്റെ മക്കൾക്കുള്ളതല്ലേ, ഞങ്ങളല്ലേ അനുഭവിക്കേണ്ടത് പോരാ. വഫീമാ അൻഫഖ്, ഏത് മാർഗത്തിലാണ് ഇത് ചെലവഴിച്ചത്. ആണാ പൈസ ഇല്ലാതെ അള്ളാഹിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ, സ്വന്തം ശരീരം, ഇതൊക്കെ പണയാണ്, അള്ളാന്റേതാണിത്. അതുകൊണ്ട് അതിന് മുഴുവൻ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഈ 2 ക്വാളിറ്റികൾ ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, സാമ്പത്തികമായി പുരോഗതി വരുമ്പോ ഖാറൂനിനെ പോലെ നിഗളിക്കുകയും അഹങ്കരിക്കുകയും അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ച് ആളുകൾക്കിടയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമായി ചെലവഴിക്കുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തന്നെ പഠിപ്പിച്ചതാണ്. രണ്ടാമത്തെ ഒരു സംഗതി പറയുന്നത്, ആ സമ്പത്ത് പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് നാശത്തിന്റെ സമ്പത്താണ്. ഒരു മനുഷ്യന് സമ്പത്ത് കിട്ടും, അത് അള്ളാഹുവിന്റെ ഔദാര്യാണ്. പക്ഷെ ആ കിട്ടുന്ന സമ്പത്തിനെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ,
റമളാന് കഴിഞ്ഞിട്ടും സ്വർഗത്തിലെത്തിയില്ല എന്ന് പറയുന്നത് പോലെ സമ്പത്ത് കിട്ടിയിട്ടും സ്വർഗത്തിലെത്താത്ത മനുഷ്യൻ ഒരുപക്ഷെ ഇതായിരിക്കും കൂടുതൽ ഉണ്ടാകുക. സമ്പത്ത് കിട്ടിയിട്ടും സ്വർഗത്തിലെത്താത്ത മനുഷ്യൻ. സമ്പന്നന്മാര് സ്വർഗത്തിൽ കുറവാന്നാണല്ലോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം എന്ന് വെച്ചാൽ സമ്പത്ത് കിട്ടുമ്പോൾ കാറൂനിസം തലയിൽ കയറുകയാണ്. അതുകൊണ്ട് അത് പിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് പകരം ഞാനും എന്റെ മക്കളും എന്റെ കുടുംബവും എന്റെ ഭാര്യയും അതിനപ്പുറത്തേക്ക് ആരില്ല, അവർ മാത്രം അനുഭവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. അതാണ് ഖുർആൻ ഒന്നുകൂടി ഊന്നി പറയുന്നത്. കാറൂനിസം ചുറ്റിലും പടരും. വ്യക്തിയിൽ മാത്രമല്ല, ഈ സമൂഹത്തിൽ ഒന്നിച്ചു പടരുന്നതാണ്. അവന്റെ ആഡംബരങ്ങളോടെ അലങ്കാരങ്ങളോടെ ആ പുതുപുത്തൻ കാറില് ആ മോടിയില് അഹങ്കാരത്തില് ഇങ്ങനെ ജനങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ കാലല്ലദീന യുരീദൂനൽ ഹയാത്ത ദുന്യ, ഭൗതിക ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ പറയാണെന്ത്, യാ ലൈതനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂനിന് കൊടുത്തതുപോലെ ഞമ്മക്ക് കിട്ടിയല്ലോ. ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ഖാറൂന്റെ രോഗം പടർന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത്. ഇന്നഹു ലദു ഹദ്ദിൻ അദീം, അവന് വല്ലാതെ പടച്ചവൻ കൊടുത്തു, അവന് വല്ലാതെ പടച്ചവൻ കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എന്തുകൊണ്ടാണ് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി കാണിക്കാൻ കഴിയാത്തത്, റബ്ബിന് ശുക്ർ കാണിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? നമ്മളെ പ്രാർത്ഥനകളിൽ ഇപ്പോഴും കൊണ്ടാന്നുള്ളതല്ലേ. പടച്ചവനെ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ വലിയതാണ്, പടച്ചവനെ അതിന് തന്നെ എനിക്ക് നന്ദി കാണിക്കാൻ ഈ ആയുസ് പോരാ എന്ന് ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളിപ്പോഴും എന്താണ്, അവനത് കിട്ടി, ഇവനിത് കിട്ടി, എനിക്കിത് കിട്ടിയിട്ടില്ല, ഞാൻ ഓനെക്കാളും പള്ളിയിൽ വരുന്ന ആളാണ്, ഞാൻ ഓനെക്കാളും സംഗതി ചെയ്യുന്ന ആളാണ്, പക്ഷെ എനിക്കെന്താ റബ്ബെ തരാത്തത്? പ്രാർത്ഥനയുടെ 75% ദുനിയാവിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, വമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, പടച്ചവനെ ഞങ്ങൾക്ക് ദുനിയാവിൽ നൽകിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് പരലോകത്തൊന്നുമില്ല എന്നല്ല പഠിപ്പിച്ചത്. അപ്പൊ കാറൂനിസത്തിന്റെ മൂന്നാമത്തതും അത്യന്തം ഡേഞ്ചറുമായ ഒരു സംഗതി, അള്ളാഹു എനിക്ക് അങ്ങനെ തന്നിട്ടില്ലല്ലോ എന്ന് പറയാം. അവന് വല്ലാതെ പഠിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിന് വല്ലാതെ കൊടുത്തു, എനിക്ക് തന്നിട്ടില്ല. എനിക്ക് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അയൽവാസിയെ പോലെ. ഇപ്പൊ ഞാൻ എപ്പോഴും കുഴി ചാടുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ സമൂഹത്തിലെ സാമ്പത്തികമായ ദുരിതത്തിന്റെ കഷ്ടപ്പാടിന്റെ ലോണ്, കടം, അതിൽ നിന്ന് മോചിതരാകാതെ മനുഷ്യന്മാരുടെ ജീവിതം മുഴുവൻ ആ വട്ടത്തിനുള്ളിൽ കിടന്ന് കറങ്ങാണ്, മനസ്സമാധാനമില്ല. കടങ്ങൾ എങ്ങനെയാ ഉണ്ടാകുന്നത്? 90% കടം ഉണ്ടാകുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ നിറവേറ്റുന്നതിന് വേണ്ടിയല്ല. നിലവിലുള്ള സമൂഹത്തിൽ ആർഭാടങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. എന്റെ കയ്യിൽ ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ കല്യാണം എനിക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ അത് വെച്ച് പ്ലാൻ ചെയ്യാം. 10 ലക്ഷം എന്റെ കയ്യിലുണ്ട്, ഇനി ഒരു 20 ലക്ഷം കൂടി ലോൺ എടുത്താൽ ഉഷാറായി. അങ്ങനെയാ പ്ലാൻ ചെയ്തത്. 10 ലക്ഷത്തിന്റെ പ്ലാൻ ഉണ്ടാക്കേണ്ട വീടിന് എന്റെ കയ്യിൽ ഇപ്പൊ 10 ലക്ഷം ഉണ്ട്, ഒരു 20 ലക്ഷം ഞാൻ കടം വാങ്ങാം, കാരണം 10 സെന്റ് സ്ഥലമുണ്ട്, അത് വെച്ചിട്ട് ഞാൻ കടം വാങ്ങും. അപ്പൊ 20 കിട്ടും 30ന്റെ പ്ലാൻ ഉണ്ടാക്കിക്കോ എന്നാണ് നമ്മൾ കോൺട്രാക്ടോട് പറയുന്നത്. ഈ 30ൽ 20 കടാണ്. ഈ 20 ലക്ഷം കടം വാങ്ങിയാൽ അയാളുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ആ കടം തിന്നു തീർക്കും, പലിശ തിന്നു തീർക്കും. നമ്മളൊക്കെ മനസ്സിലാക്കിയത് പലിശക്ക് കടം കൊടുക്കൽ മാത്രമാണ് തെറ്റ് എന്നല്ല, പലിശയുടെ എല്ലാ തരങ്ങളും തെറ്റാണ്. അനിവാര്യമായ ഘട്ടത്തിൽ പോലും അനുവദിക്കാത്തതാണ് പലിശ എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിക സമൂഹം അത്ര ഗൗരവത്തോടെ കാണുന്നില്ല. കാറിന്റെ മേലെ കാറെടുത്ത്, വാഹനങ്ങൾ ഒന്നിനു പുറകെ വേറെ നിർത്ത്, വീട് മോടി പിടിപ്പിക്കാൻ, കല്യാണം നടത്താൻ, അനങ്ങിയാൽ ടൂറ് പോകാൻ വരെ ഇൻസ്റ്റന്റ് ലോണുകൾ എടുക്കുന്ന ആളുകളുടെ കാലമാണ്. അതിലൊന്നും മുസ്ലിം സമൂഹം ഇല്ലാന്ന് വിചാരിക്കരുത്, അവരെന്നെ ഈ കൂടുതൽ എടുക്കുന്നത്. മറ്റവർക്ക് കുറച്ചെങ്കിലും വെളിവും വെള്ളിയാഴ്ച ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ കടത്തിന്റെ നീരാളിപ്പിടുത്തത്തിലേക്ക്, പലിശയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുക. അള്ളാനെ പേടില്ല, അള്ളാനെ പേടില്ല. ഇത് ഹറാമാണ്. ഈ പലിശയിൽ നിന്ന് ഒരു 10 രൂപ എടുത്തിട്ട് എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ തിന്നാൻ കൊടുത്താൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ പലിശ തൊടാത്ത എന്റെ വാപ്പയായിരിക്കും അത്. ജീവിതകാലം മുഴുവൻ പലിശ ഉമ്മാനെ തീറ്റിച്ചിട്ടില്ലാത്ത എന്റെ വാപ്പാക്കും ഉമ്മാക്കുമാണ് ഞാൻ ഈ പലിശന്റെ പൈസ എടുത്തെടുക്കാൻ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും അതിന് ഗൗരവത്തോടെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നത് വലിയൊരു കഴിവാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഇതൊന്നും ഖുർആൻ വെറുതെ പറഞ്ഞതല്ല.
നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ, കിട്ടിയതിന് നന്ദി കാണിച്ചാൽ, ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ക്രമപ്പെടുത്തണം, ഒരു ഓർഡർ ഉണ്ടാക്കണം ജീവിതത്തിന്. ഞാനായി ജീവിക്കാൻ വലിയ ചെലവൊന്നുമില്ല, ഞാൻ അവനായിട്ട് ജീവിക്കാനാ ചെലവ്. ഞാനായിട്ട് ജീവിക്കാൻ പഠിക്കുക. മനസമാധാനമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലുത്. എനിക്ക് ഇത്രേ വരുമാനമുള്ളൂ, അത് എന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുക, എന്റെ മക്കളെ ബോധ്യപ്പെടുത്തുക, അവരെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് വളർത്തുക. നമ്മളിൽ പലരും തീരുമാനിച്ചത് ഞാനാണ്ട് സഹിക്കും, എന്റെ ഭാര്യ ഒന്നും അറിയണ്ട, മക്കളൊന്നും അറിയണ്ട, കുടുംബം ഒന്നും അറിയണ്ട. ഇത് പൊട്ടത്തരാ. അത് വലിയൊരു ത്യാഗമൊന്നല്ല, പൊട്ടത്തരാണത്. അവസാനം അവർ പറയും നിങ്ങൾ എന്താ ചെയ്തു നോക്കും. കാരണം അവർ വിചാരിച്ചതൊക്കെ ഇങ്ങനെ നൂലും പറഞ്ഞാന്നാ. 10,000 രൂപയെ വരുമാനമുള്ളുവെങ്കിൽ 8,000 രൂപയെ മാസത്തിൽ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. 15,000 ഉണ്ടാക്കി താങ്ങൂല. ആ രീതിയിൽ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുന്നതാണ്. സ്വഹാബത്ത് അങ്ങനെയാണ് ജീവിച്ചത്. അള്ളാഹിന്റെ റസൂൽ അങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്. ആ ഒരു ജീവിത ശൈലി ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടൂല. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ രണ്ടാമത്തെ ഭവിഷ്യത്ത്, ഒരിക്കലും മരണം വരെ റബ്ബേ നിന്റെ ഈ അനുഗ്രഹത്തിന് ഞാൻ ശുക്ർ കാണിക്കുന്നു എന്ന് നെഞ്ചിൽ തട്ടിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പറയാൻ ഒരു അവസരമില്ലാതെ ഭൂമിയിൽ നമ്മൾ മരണപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് ഗുണപാഠമായിട്ടാണ്. ഖാറൂനിസം എന്നെയും നിങ്ങളെയും ഒക്കെ വരിഞ്ഞു മുറുക്കി കൊടുക്കുന്ന, കേരളീയ മുസ്ലിം സമൂഹത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന, എന്നിട്ട് ഖുർആൻ ആ സംഭവം അവസാനിപ്പിക്കുന്ന കൂടി ഞാൻ പറയാം. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അവനെയും അവന്റെ കൊട്ടാരങ്ങളെയും അപ്പടി ഭൂമിയിലേക്ക് അല്ലാഹു വാഴ്ത്തിക്കളഞ്ഞു. വമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ അവനെ സഹായിക്കാൻ പറ്റുന്ന ഒരുത്തനെയും അവിടെ കണ്ടില്ല, ഒരു സഹായം അവന് കിട്ടിയില്ല. ഇതൊക്കെ ഒരു നിമിഷം നിലച്ചാൽ തീർന്നു പോകുമെന്ന ബോധ്യം കൂടി ഉണ്ടാകണം. അതാണ് പരിശുദ്ധ ഖുർആൻ ഈ പഠിപ്പിക്കുന്ന ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണപാഠങ്ങൾ പഠിക്കുന്ന സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.